എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ കുറിച്ചൊക്കെ പഠിച്ചെന്ന് എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ നിങ്ങൾക്കൊക്കെ അല്ലേ? അല്ലേ മഞ്ജു? മഞ്ജുക്കുട്ടി, മഞ്ജു ഓർമ്മയില്ലേ മോനെ? ഓർമ്മയില്ലേ പ്രിയ? പ്രിയ ഓർമ്മയില്ലല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ? നമ്മള് ഡൂവും ഡസ് ഒക്കെ വെച്ചാണോ പഠിച്ചത്? പഠിച്ചോ? ഇല്ല, ഡൂ ഡസ് പഠിച്ചോ? അത് പറയാന്നാ പറഞ്ഞേക്കണത്. പറയാം അല്ലെ? അപ്പൊ നമുക്ക് ഡൂയിലും ഡസിലോട്ടൊക്കെ പോവാട്ടോ. ഡൂ ഡസ്, ഡൂൺ ഡസ് എന്നതാ? ഹാവൊക്കെ അറിയാലോ? സംശയം ഉണ്ടോ? മനസ്സിലായി. കുറച്ചൊക്കെ മനസ്സിലായി അല്ലേ? അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് അല്ലേ? ഡൂ ഡസ് അല്ലെ? ഡൂൺ ഡസ് എന്ന് പറഞ്ഞാല് ചെയ്യുക എന്താണ് അർത്ഥം? ചെയ്യുക എന്നാണ് ഡു ഓർ ഡസ്. അപ്പൊ ഡു എന്താണ്? ഇതിന്റെ പാസൻസ് ഏതാന്ന് അറിയോ? ഡൂവിന്റെ ഡസിന്റെ പാസൻസ് എന്താ മേഘ? മേഘ എന്താണ് ഡൂവിന്റെ ഡസിന്റെ പാസൻസ് എന്താ? അറിയില്ല. ആണോന്നല്ല, ഡിഡാണ് കേട്ടോ. ചെയ്തു അല്ലേ? ചെയ്തു എന്നുള്ള കാര്യത്തെ നമുക്ക് ഈ ഡു ഡിഡ് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഈ ഡു എന്ന് പറയുന്നത് പ്ലൂരലിന്റെ കൂടെയോ ഡസ് എന്ന് പറയുന്നത് എന്തിന്റെ കൂടെ ഉപയോഗിക്കാൻ പാടുള്ളൂ? എന്താണ്? സിംഗുലറിന്റെ കൂടെ മാത്രമാണ് ഡസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഷീനെ ഹീനെയൊക്കെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് ആര് ഉപയോഗിക്കണം? അപ്പൊ ഷീ ഹീം കണ്ടു കഴിഞ്ഞാൽ ആദ്യം ആര് ഉപയോഗിക്കുക? രേഷ്മ വഴിക്ക് വെച്ച് ഷീനെ ഡൂവിനെ എന്താണ് ഷീനൊക്കെ കണ്ടു കഴിഞ്ഞാല് രേഷ്മ ആരെയാണ് ഉപയോഗിക്കുക? ഡൂവിനെ പിടിച്ചിടോ ഡസിനെ പിടിച്ചിടോ? എന്റെ രേഷ്മ എവിടെയാണ്? ദിവ്യ കണ്ടു അല്ലേ? ദിവ്യ ഷീയെ കണ്ടു. ഷീയെ കണ്ടപ്പോഴ് എന്ത് പറഞ്ഞു? എന്ത് കൊടുക്കും രേഷ്മ? ശരിയാണ്. ദിവ്യ ആര് എന്താണ് ആരോട് വരാൻ പറയും? ഷീയുടെ കൂടെ ആര് വരാൻ പറയും? ഡസിനെ കൊണ്ടുവരും അല്ലേ? ഡസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആര് വരുള്ളൂ? ഷീ വരുള്ളൂ അല്ലേ? ഷീ ഒരിക്കലും ഡൂയുടെ കൂടെ പോകൂല എന്നല്ല, പോണ സന്ദർഭമുണ്ട് കേട്ടോ. പോവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില സന്ദർഭങ്ങളിലൊക്കെ ആർക്ക് പോയേ പറ്റുള്ളൂ? ഷീക്ക് ഡൂയുടെ കൂടെ പോയേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ചെയ്തു എന്ന് പറയുമ്പോഴ് എന്താണ്? ഞാൻ ചെയ്തു എന്ന് പറയണതിന് നമ്മൾ ഉപയോഗിച്ച വേർഡ് ഏതാ? ഡിഡ് അല്ലേ? അപ്പൊ അല്ലേ? ഐ ഡിഡ് എന്ന് പറയുന്നത് ഞാൻ ചെയ്തു. ഞാൻ ചെയ്തു. ഇപ്പൊ ഡു എന്ന് ഉപയോഗിക്കുന്നതൊക്കെ എന്താണ്? ചെയ്യുക അല്ലെ? നീ നിന്റെ ഹോംവർക്ക് ചെയ്യുക അല്ലെ? അപ്പൊ എന്താണ് പറയുക? നീ നിന്റെ ഹോംവർക്ക് ചെയ്യുക. നീ നിന്റെ ഹോംവർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലെ? ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എന്താണ്? ആതിര ചെയ്യുക എന്നത് ഉപയോഗിക്കും. ചെയ്യുക എന്നുള്ളതിന് എന്തെന്നാ ഉപയോഗിക്കണേ? എവിടെ ആതിരയില്ല? എവിടെ? ആര്യ ഷിബു പറ. ആര്യ, അപ്പൊ നീ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഉപയോഗിക്കണം ആര്യ. ആദ്യം
ഡിഡ്. ഡിഡ് ആണോ? ചെയ്തു എന്നാണോ? അല്ല, ചെയ്യുക. ചെയ്യുക. ചെയ്യുക എന്നുള്ളതിന് എന്താണ്? ഡു. യു ഡു യുവർ ഹോംവർക്ക്. ഹോംവർക്ക് അല്ലെ? നീ നിന്റെ ഹോംവർക്ക് ചെയ്യുക അല്ലെ? നീ നിന്റെ പണി ചെയ്യുക എന്നെങ്ങനെ പറയാം? യു ഡു യുവർ വർക്ക്. യു ഡു യുവർ വർക്ക് അല്ലെ? അവൻ അവന് പണി ചെയ്യുക, അവൻ അവന്റെ പണി ചെയ്യുക എന്ന് പറയുമ്പോ എന്ത് പറയും? എന്തുവാ? അവൻ അവന്റെ പണി ചെയ്യുക. അവൻ. ഹി does his work. He does his work. അവനൊരു പണി ചെയ്യുന്നു അല്ലെ? ചെയ്യുക, ചെയ്യുന്നു എന്നൊക്കെ പറയാ അല്ലെ? He does his work അല്ലെ? അവനൊരു പണി ചെയ്യുന്നു അല്ലെ? അപ്പോ ഡു ഡസ് ഒക്കെ അല്ലെ നമുക്ക് മനസ്സിലായി. നീ രാവിലെ എഴുന്നേൽക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും അല്ലെ? നീ രാവിലെ എഴുന്നേൽക്കാറുണ്ടോ? അപ്പൊ നമുക്ക് ഒരാളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കണോന്ന് വിചാരിക്കുക അല്ലെ? എന്താണ്? നീ മറന്നോ, നീ ഓർക്കുന്നോ, നീ വിശ്വസിക്കുന്നോ എന്നൊക്കെ നമ്മൾക്ക് ഒരാളോട് ചോദിക്കണമെങ്കിൽ അല്ലെ? ഇപ്പൊ നോ എന്നുള്ള അല്ലെ? മറന്നോ, ചെയ്തോ അല്ലെ? ചെയ്യുന്നോ, പിന്നെ എന്താണ്? വിശ്വസിക്കുന്നോ അല്ലെ? നീ എന്നെ ഓർക്കുന്നോ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പദമാണ് എന്ത്? എന്തിനെ ക്വസ്റ്റ്യൻ ചോദിക്കണം? എന്ത് വെച്ച് ചോദിക്കണോന്നാണ് പറയുന്നത്? ഡു. Did you get അല്ലാട്ടോ മോനെ, did you get up എന്ന് എഴുന്നേൽക്കുക എന്നല്ല. അപ്പോ ഡു എന്ന പ്രയോഗം നമ്മൾ അവിടെ ചേർക്കണം. നീ എന്നെ മറന്നോ അല്ലെ? നീ എന്നെ മറന്നോ എന്നെങ്ങനെ ചോദിക്കും? അപ്പോ നീ എന്നെ മറന്നോ എന്നെങ്ങനെ ഹൈറിൻ എങ്ങനെ ചോദിക്കാം? എന്താണ് മിസ്? നീ എന്നെ മറന്നോ. ഇപ്പൊ നോ എന്നുള്ള ഒരു എന്താണ് നമ്മൾ ചോദിക്കാനായിട്ട്, നീ എന്നെ വിശ്വസിക്കുന്നോ, നീ എന്നെ അറിയുമോ, നീ എന്നെ കാണുമോ അല്ലെ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴ് നോ എന്ന് അല്ലെ അത് വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നമ്മൾ എന്തിൽ ആദ്യം തുടങ്ങണം? ഡൂയില് തുടങ്ങണം അല്ലെ? നീ എന്നെ അറിയുമോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു നോ മീ. ഡു യു നോ മീ അല്ലെ? നീ എന്നെ അറിയുമോ. അതേപോലെ തന്നെ നീ എന്നെ മറന്നോ എന്നെങ്ങനെ ചോദിക്കും ചന്ദന? ഞാൻ പറയാം മാം. ആരാണ്? ഞാൻ. ഉമായാണോ? ഉമാ പറഞ്ഞോ. നീ എന്നെ അല്ലെ? നീ എന്നെ മറന്നോ എന്നെങ്ങനെ ചോദിക്കും? ഉമാ? Do you forgot? Do you forgot me? Forgot അല്ല, എന്തൊരു forget. Do you forget me? Forget. Okay. Forget me. നീ എന്നെ മറന്നോ അല്ലേ? അതൊക്കെ അല്ലെ? നീ എന്നെ മറന്നോ അല്ലെ? നീ എന്നെ വിശ്വസിക്കുന്നോ എന്നെങ്ങനെ ചോദിക്കും ഹസീബ? നീ എന്നെ വിശ്വസിക്കുന്നോ ഹസീബ? Do you believe me? Do you believe me അല്ലെ? Do you believe me അല്ലെ? വേറൊരർത്ഥത്തിൽ ചോദിച്ചൂടെ? Do you ഇവിടെ ഒരാൾ എഴുതി കാണിച്ചു പോയി അല്ലെ? Do you trust me? Do you trust me? നീ എന്നെ വിശ്വസിക്കുന്നോ അല്ലെ? പിന്നെ വേറെന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ തോന്നുന്നുണ്ടോ? അഷ്ന, ഷമാദ്, അഷ്ന മനസ്സിൽ എന്തെങ്കിലും ഒരു ആശയം വെച്ചിട്ട് ഒരു സെന്റൻസ് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റുമോ? പറയ മനീഷ. കറക്റ്റ്. ഡു യു ലവ് മീ അല്ലെ? നീ എന്നെ സ്നേഹിക്കുന്നോ അല്ലെ? ഡു യു ലവ് മീ? പിന്നെ കറക്റ്റ് ആണ്. ഇനി ഏതെങ്കിലും Do you come with me? Do you come with me? നീ എന്റെ കൂടെ വരുന്നോ അല്ലേ? Do you remember me? നീ എന്നെ ഓർക്കുന്നുണ്ടോ? Do you call me?
നീ എന്നെ വിളിക്കുന്നോ അല്ലെ, വിളിക്കുമോ എന്നൊക്കെ ചോദിക്കൂലേ? ഡു യു കോൾ മീ, നീ എന്നെ വിളിക്കുവോ ചോദിക്കൂലേ? ആ, നീ എന്റെ കൂടെ വരുമോ എങ്ങനെ ചോദിക്കും? ആ, ഡു യു നോ മീ. നീ എന്റെ കൂടെ വരുമോ എങ്ങനെ ചോദിക്കും ജിത? Do you come with me? ആ, ഡു യു കം വിത്ത് മീ, നീ എന്റെ കൂടെ വരുമോ അല്ലേ? ഇപ്പൊ ഓൾറെഡി ഉണ്ടാക്കിക്കോളൂല്ലോ ഡു വെച്ചിട്ട്. ഡു യു കം വിത്ത് മീ, ആ ഉണ്ടാക്കിക്കോളൂ അല്ലെ? എല്ലാവരും അങ്ങനെ വേർഡ്സ് മേക്ക് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ മറക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോ ആ, ഇപ്പൊ സിംഗുലർ ആണെങ്കില് നമ്മൾ എന്ത് ചെയ്യണം? ഡസ് അല്ലെ? അവൾ എന്നെ വിശ്വസിക്കുന്നോ എന്ന് എങ്ങനെ ചോദിക്കും? അവൾ എന്നെ വിശ്വസിക്കുന്നു, ആതിരാ ദീപു അവൾ എന്നെ വിശ്വസിക്കുന്നോ എന്ന് എങ്ങനെ ചോദിക്കും? അല്ലെ? നമ്മൾ ചോദിക്കണം, അവൾ എന്നെ മറന്നോ, അവൾ എന്നെ വിശ്വസിക്കുന്നോ, അവൾക്ക് എന്നെ അറിയാമോ എന്നൊക്കെ നമ്മൾക്ക് ചോദിക്കേണ്ട ചില സന്ദർഭങ്ങള്. ആ, ശരിയാ, കറക്റ്റ് ആണ് അല്ലെ? നമ്മള് അവൾ എന്നെ വിശ്വസിക്കുന്നു അല്ലെ, അവൾ എന്നെ അറിയോ എന്നൊക്കെ എങ്ങനെ ചോദിക്കും? ആതിരാ, ആതിരാ, ആതിര ഇല്ല. മനീഷ, മനീഷ ജൽ, മനീഷ മനുഷ്യരുടെ ഉണ്ടായല്ലോ. ആ അല്ലെ? ആ, മനീഷ എനിക്ക് ചോദിക്കണം, അവൻ എന്നെ സ്നേഹിക്കുന്നോ എന്ന് എങ്ങനെ ചോദിക്കും? Does she love? ആ, ഡസ് ഹി അല്ലെ? Loves അവൾ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിക്കാം. ഡസ് ഷി love me? ആ, ലവ്സ് മീ അല്ലെ? ലവ് മീ അല്ലെ? അവൾ എന്നെ സ്നേഹിക്കുന്നത്, ലവ് എന്ന് ചേർത്താൽ മതി, ഡസ് വന്നതുകൊണ്ട് കേട്ടോ, ലവ്സ് ഒന്നും വരില്ല. ഡസ് ഷീ ലവ് മീ അല്ലെ? അവൾ എന്നെ സ്നേഹിക്കുന്നോ അല്ലെ? ആ, പിന്നെ വേറെന്തെങ്കിലും ചോദിച്ചോ നിങ്ങൾക്ക്? മർസിയ, നീ എനിക്ക് അയക്കുമോ എന്നെങ്ങനെ ചോദിക്കും? മർസിയ, നീ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുമോ എങ്ങനെ ചോദിക്കും? അതന്നെ, ഡു യു സെൻഡ് മീ അല്ലെ? നീ എനിക്ക് മെസ്സേജ് അയക്കുമോ എന്നൊക്കെ എങ്ങനെ ചോദിക്കും? അതന്നെ, ഡു യു സെൻഡ് മീ എ മെസ്സേജ് അല്ലെ? നീ എനിക്കൊരു മെസ്സേജ് അയക്കോ അല്ലെ? അപ്പൊ ഒരു ഇതിലാണ്, അയക്കുമോ, നോ അല്ലെ? അപ്പൊ ഈ പ്രയോഗങ്ങൾ വരുമ്പോ നിങ്ങൾ എല്ലാവരും എന്ത് ചേർക്കാൻ മറക്കരുത്? എന്ത് ചേർക്കാൻ മറക്കരുത്? ഓർക്കണം, ഡു ഏട്ടാ. ഓർക്കൂലേ? എപ്പൊ ചോദിച്ചാൽ എല്ലാവരും പറയുമല്ലോ. ആ, ഓക്കെ. ഇനി ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് അല്ലെ, നമ്മൾ ഇന്നലെ പഠിച്ചുവെങ്കിലും എന്താണ് ഉണ്ടോ, നിന്റെ കയ്യിൽ അതുണ്ടോ എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അല്ലെ? ഇപ്പൊ എന്താണ്, നിന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? നിന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടോ? Do you have chocolates? ആ, ഡു യു ഹാവ് ചോക്ലേറ്റ്സ് അല്ലെ? നിന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ ചോദിക്കണേ, നിന്റെ കയ്യിൽ നോട്ടുണ്ടോ എന്ന് ചോദിക്കണം അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് നിന്റെ കയ്യിലുണ്ടോ എന്ന് എങ്ങനെ നിങ്ങൾ ചോദിക്കും രേഷ്മ? വേറൊരു കുട്ടീനോട് അല്ലെ? ഇന്നത്തെ ക്ലാസ്സിൽ രേഷ്മ കേറിയില്ല, ക്ലാസ്സിൽ ഇല്ല രേഷ്മ, ഇന്ന് പ്രസന്റ് അല്ല. രേഷ്മേ, ഞാൻ രേഷ്മയോടാണ് പറഞ്ഞത്. രേഷ്മേ, ഡു യു ഹാവ് ചോക്ലേറ്റ്സ് കേട്ടോ? ചോക്ലേറ്റ്സ്, ചോക്ലേറ്റ് ഉണ്ടോന്ന്, ചോക്ലേറ്റ്സ് ഉണ്ടോ ചോദിക്കാം. രേഷ്മേ, എവിടെയാണ് രേഷ്മ? മിയ ജോണി, മിയ ജോണി. ആ, മിയ, നിന്റെ കയ്യിൽ കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ടുണ്ടോന്ന് എങ്ങനെ ചോദിക്കും? നിന്റെ കയ്യിൽ കഴിഞ്ഞ ക്ലാസ്സിന് നോട്ടുണ്ടോ? Do you have? നോട്ട്സ്. ആ, ഡു യു ഹാവ് തന്നെ ദിവ്യ. ഓക്കെ, മിയ പറഞ്ഞോളൂ. ഡു യു ഹാവ് കഴിഞ്ഞ ക്ലാസ്സിലെ അല്ലെ? ലാസ്റ്റ് ക്ലാസ് അല്ലെ? ലാസ്റ്റ് ക്ലാസ്സിലെ അല്ലെ? എന്ത് Notes. Do you have last class notes? Do you have last class notes അല്ലെ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് നിന്റെ കയ്യിലുണ്ടോ? ഇനി
നിന്റെ കയ്യിൽ പൈസയുണ്ടോ? സിനിമയ്ക്ക് പോകാനായിട്ട് നിന്റെ കയ്യിൽ പൈസയുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? എങ്ങനെയാ ചോദിക്കുന്നത്? രാജി യെസ് മാം. എങ്ങനെ ചോദിക്കും? നിന്റെ കയ്യിൽ സിനിമയ്ക്ക് പോകാൻ പൈസയുണ്ടോ? ഡു യു ഹാവ് എന്തുണ്ടെന്നാ ഞാൻ ചോദിച്ചത്? ഇതാ ഡു യു ഹാവ്. രാജി എന്തുണ്ടെന്നാണ് പറഞ്ഞത്? എന്തുണ്ടോന്നാണ് ചോദിച്ചത്? പൈസ ഉണ്ടോന്ന്. പൈസക്ക് എന്ത് പറയും ഇംഗ്ലീഷില്? ക്യാഷ്. ക്യാഷ്. ഡു യു ഹാവ് ക്യാഷ് ഓർ മണി അല്ലേ? മണി. ഡു യു ഹാവ് മണി? ഡു യു ഹാവ് മണി? എവിടെ പോവാൻ? സിനിമ. അപ്പൊ പോവുക എന്നുള്ളതിന് എന്താണ് പറയേണ്ടത്? ഗോയിങ് ആണ്. ഗോ അല്ലെ? ഗോയിങ് വെച്ച് പോവുകയാണ്. ഗോ ടു എവിടെ പോവാൻ? ഗോ ടു സിനിമ. അതൊന്ന് ഒരിക്കലും അങ്ങോട്ട് പറഞ്ഞേ. ഡു യു ഹാവ് ഗോ ടു സിനിമ. കുറച്ചുകൂടി സ്പീഡിൽ പറ. ഡു യു ഹാവ് ഗോ ടു സിനിമ. ഡു യു ഹാവ് ഡു യു ഹാവ് മണി അല്ലേ? ഡു യു ഹാവ് മണി അങ്ങനെ പറയും. ഡു യു ഹാവ് മണി ഡു യു ഹാവ് മണി അല്ലേ? ഗോ ടു സിനിമ. ഡു യു ഹാവ് മണി ഗോ ടു സിനിമ അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഇത്ര പെറുക്കിലോട്ടോ ഇംഗ്ലീഷ് പറഞ്ഞു. ഡു യു ഹാവ് മണി ഗോ ടു സിനിമ അല്ലെ? സിനിമയ്ക്ക് പൈസ ഉണ്ടോ എന്ന് ചോദിക്കുകയല്ല അല്ലെ? അപ്പൊ അയാൾ ഉണ്ടെങ്കിൽ എന്ത് പറയും? യെസ് ഐ ഹാവ് അല്ലെ? എന്റെ അടുത്തുണ്ട് അല്ലെ എന്ന് പറയും അല്ലെ? പിന്നെ ഇവിടെ ഞാൻ ചേർത്തേണ്ട ഒരു തെറ്റ് എന്താണെന്നറിയോ? കുറച്ച് ചിലവരെന്ത് ചെയ്യണ ഉണ്ടാക്കിയത് ടു ഗോ ടു സിനിമ എന്ന്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പ്രിപ്പോസിഷൻ തന്നെ ആവർത്തിച്ച് വരാൻ പാടില്ല. പ്രിപ്പോസിഷൻസ് ഒരിക്കലും ഒരു സെന്റൻസിൽ ആവർത്തിച്ച് വരില്ല എന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ടു ഗോ ഫോർ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും ആവർത്തിച്ച് വരില്ല. ഒന്നില്ലെങ്കിൽ എന്ത് വരുള്ളൂ? ഒന്നില്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ മാത്രമാണ് ഒരു സെന്റൻസിൽ വരാനായിട്ട് പാടുള്ളൂ. രണ്ട് പ്രിപ്പോസിഷൻസ് ഒരിക്കലും അടുപ്പിച്ച് വരാനുള്ള സാധ്യത, ആ ചാൻസസ് എന്തിലുണ്ടാവില്ല, ഒരു സെന്റൻസില് ഒരിക്കലും പാടില്ല എന്ന് തന്നെയാണ് നിയമം. കേട്ടോ? ഓക്കെ അല്ലേ? ഇനി അവളുടെ കയ്യിലൊരു പേനയുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും മിയ ജോണി? അവളുടെ കയ്യിലൊരു പേനയുണ്ടോ? Does she have a pen? Does she have a pen അല്ലേ? അവൾക്കൊരു പേനയുണ്ടോ? അവളുടെ കയ്യിലൊരു പേനയുണ്ടോ എന്ന് ചോദിക്കാം അല്ലെ? അവളുടെ കയ്യില് നല്ല സാരി ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? എങ്ങനെയാ ചോദിക്കാ പ്രിയ? അവളുടെ ആദ്യം ആരാണ് വരേണ്ടത്? ആദ്യം ക്വസ്റ്റിന്റെ ആരാണ് ഇവിടെ? ക്വസ്റ്റിന്റെ ആ ഒരു ഡു ഓർ ഡസ് വരണം അല്ലെ പ്രിയ? അപ്പൊ ഷീ വന്നതുകൊണ്ട് ആര് ചേർക്കണം ആദ്യം? ഞാൻ ടൂവിനെ ചേർക്കോ ഡസിനെ ചേർക്കോ? ആര് ചേർക്കും? ഡസ് ഷീ ആവല്ലോ. ആവണോ? Does she have സാരി? സാരി have a good സാരി അല്ലേ? ഗുഡ് സാരി ഉണ്ടോ അല്ലേ? Does she have നല്ല സാരി ഉണ്ടോ? നല്ല സാരി ഉണ്ടോന്നാ? നല്ല സാരി ഉണ്ടോ അല്ലെങ്കിൽ പുതിയ സാരി ഉണ്ടോ അല്ലേ? ന്യൂ സാരി. അപ്പൊ ന്യൂ വരില്ലേ? ന്യൂ സാരി പുതിയെന്ന് പറയുമ്പോ സാരി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം അല്ലേ? ന്യൂ സാരി അല്ലെങ്കിൽ പുതിയ ട്രെൻഡ് സാരി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം അല്ലെ? ന്യൂ ട്രെൻഡ് സാരി അല്ലേ? ചോദിച്ചൂടെ? Does she have a new trend സാരി? അപ്പൊ അത് ചോദിക്കാം. പിന്നെ വേറെ ഏതെങ്കിലും ഒരു സെന്റൻസ് നിങ്ങളായിട്ടൊന്ന് മേക്ക് ചെയ്ത് നോക്കിയേ നിഷ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. അപ്പൊ നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ? അപ്പൊ അതിനെ നമ്മള് ഡു യു ഹാവ് എനി
ക്യാഷ് അങ്ങനെ ഇനിന്ന് ചേർക്കാൻ പറ്റുമോ? ആ എനി ക്യാഷ് എന്ന് ചേർക്കുന്നേക്കാളും നല്ലത് എന്തെങ്കിലും പൈസ ഉണ്ടോ എന്ന് ചോദിക്കാം. എന്റെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടോ ചോദിക്കുന്നതിൽ തെറ്റില്ല. എനി ക്യാഷ്, എനി മണി അല്ലേ, എന്തെങ്കിലും മണി ഉണ്ടോ? അപ്പൊ അത്രയും ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ, എന്തെങ്കിലും എന്നുള്ളത്. മാം പിന്നെ ഷീ വരുമ്പോ ഹാസ് അല്ലേ വരുന്നത്? ഇവിടെ ക്വസ്റ്റ്യൻ ആ ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാല് ഡസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അപ്പൊ ഇവിടെ ഷീ വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സംശയം ഉണ്ടാവും ഇവിടെ ഹാസ് അല്ലേ വരേണ്ടതെന്ന്. പക്ഷെ ഇവിടെ ആ നിയമം അനുസരിച്ച് ഒരിക്കലും എന്ത് വരാൻ പാടില്ല, അവിടെ ഹാസ് വരാൻ പാടില്ല. നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നാണ്. ഡസ് ഷീ ഹാസ് എ ഗുഡ് സാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കറക്റ്റ് ആവില്ല. ഡസ് ഷീ ഹാവ് എന്ന് തന്നെ നിങ്ങൾ ചേർത്തിരിക്കണം. അത് മസ്റ്റ് ആയിട്ടും അത് അങ്ങനെ തന്നെ വരികയുള്ളൂ. അതിൽ വേറൊരു നിയമങ്ങളും വേറൊരു ചേഞ്ചസും അവിടെ വരുത്താനില്ല കേട്ടോ. അത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണോ മാം ഹാവ് വന്നത്? ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഷീ ഹാസ് അല്ലെ, ഷീ ഹാസ് അവൾക്കുണ്ട്. ഡസ് ഷീ ഹാവ് എ ഗുഡ് സാരി എന്ന് നമ്മൾ ചോദിക്കുമ്പോഴേ എന്നുള്ളത് ഷീ ഹാസ് അല്ലെ, ഷീ ഹാവ് അല്ലെ, അങ്ങനെ നമുക്ക് പറയാം അല്ലെ. ഈ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് ചേർക്കാൻ പാടില്ലാത്തതെന്ന് പറയുന്നത്, ഹാസ് എന്ന് ചേർക്കാൻ പാടില്ലാത്തത് കേട്ടോ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഡസ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഒരു സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നിങ്ങൾ എന്ത് തന്നെ ചേർക്കണം, ഹാവ് തന്നെ ചേർത്തിരിക്കണം കേട്ടോ. പക്ഷെ ഉത്തരം എന്ത് വരാം, ഉത്തരം എന്ത് വരും, അല്ലേ, എന്ത് വരുള്ളൂ, she has കേട്ടോ. ഇനി നിനക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കും സുനിത? നിനക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമാണോ? സുനിത, ഡ്രസ്സ് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഡിഡാണോ ഇഷ്ടമാണോ എന്നല്ലേ ചോദിക്കണത്? ഇഷ്ടമാണോ എന്നല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചിട്ട് സുനിത ഇപ്പൊ എവിടെയാണ്? ഞാൻ ഒരു ഓഫീസിലാണ്. ഓഫീസിലാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണോ? അല്ല, ഇപ്പൊ തിരക്കില്ല. അത് ശരി. ഏത് ഓഫീസാ സുനിത? ഞാനൊരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം ഇവിടെ ഒരു. അപ്പൊ ഒരു ടൈമിലല്ലേ, 1 മണിക്കൂർ ടൈമില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കണം അക്കൗണ്ട്സില്? എന്താണ്? ഡു യു ലൈക്ക് ദിസ് ഡ്രസ്? ഡു യു ലൈക്ക് ദിസ് ഡ്രസ്? നിനക്ക് ഈ ഡ്രസ് ഇഷ്ടമാണോ അല്ലെ? ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ എന്താണ് കണ്ടത്? ഡു യു എന്ന് ചേർക്കുക കേട്ടാ. ഡു യു ലൈക്ക് കേട്ടാ. അപ്പൊ നിനക്ക് ഇഷ്ടമാണോ എന്ന് ചേർക്കാനായിട്ട് നമ്മൾക്ക് എന്ത് ചേർക്കണം? ഡു യു ലൈക്ക് കേട്ടോ. നിനക്ക് ഉണ്ടോ എന്ന് ചോദിക്കാൻ എന്ത് ചേർക്കണം? Do you have? നിനക്കുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഹാവ്. നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ ഡു യു ലൈക്ക് കേട്ടോ. അപ്പൊ അവന് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്ത് തന്നെ വരുള്ളൂ? എന്ത് വരും? Do you like? ഡു യു അല്ല കേട്ടോ. Does he like? കേട്ടാ. ഇനി ഇപ്പൊ ചോദിക്കണം, നീ ചായ ഉണ്ടാക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കാം? നീ ചായ ഉണ്ടാക്കാറുണ്ടോ? മെയ്ക്ക് അല്ലെ, നമുക്ക് മെയ്ക്കാണ് ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെ. നീ ചായ ഉണ്ടാക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? അതന്നെ ആദ്യം ചേർക്കണം, ഉണ്ടാക്കുക അല്ലെ. ഉണ്ടാക്കുമോ, ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ നമ്മൾ ആദ്യം ചേർക്കേണ്ട വേർഡ് എന്താ?
ഏതാ? ഡു അല്ലേ? ആ അതന്നെ. ഡു യു മേക്ക് ടീ? നീ ചായ ഉണ്ടാക്കാറുണ്ടോ? ഡു യു മേക്ക് ടീ? നീ ചായ ഉണ്ടാക്കിയോ എന്നെങ്ങനെ ചോദിക്കും? ഉണ്ടാക്കിയോ എന്ന് ചോദിക്കാനായിട്ട് Did you make tea? അപ്പൊ എന്താർക്കണം? അതന്നെ ഡിഡ് യു അല്ലേ? അപ്പൊ നീ ചായ ഉണ്ടാക്കിയോ? കഴിഞ്ഞു പോയതാണ് അല്ലെ? കഴിഞ്ഞു. ഡിഡ് യു മേക്ക് ടീ? നീ ചായ ഉണ്ടാക്കിയോ? അപ്പൊ ചിലപ്പോ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോഴെന്താണ് ഡിഡ് യു മേക്ക് ടീ? നീ ചായ ഉണ്ടാക്കിയോ അല്ലെ? ആരും ചായ ഉണ്ടാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞത് ആ നീ ഉണ്ടാക്കിയല്ലേ? നീ ഭക്ഷണം കഴിച്ചോ എങ്ങനെ ചോദിക്കും? Did you have food? ഡിഡ് യു ഹാവ് ഫുഡ് അല്ലേ? ഡിഡ് യു ഹാവ് ഫുഡ് അല്ലേ? നീ നിന്റെ ഭക്ഷണം കഴിച്ചോ അല്ലേ? ഇനി നമുക്ക് കാർ എടുത്ത് പോയാലോ എന്നെങ്ങനെ ചോദിക്കും? അപ്പോ ഡു യു മേക്ക് എന്നുള്ളത് എന്നതാണ്? ഉണ്ടാക്കുക എന്നതാണ് കേട്ടാ. ഉണ്ടാക്കുക. മേക്ക് എന്ന് വെച്ചാൽ എന്നതാണ്? ഉണ്ടാക്കിയോ അല്ലെ? ഡു യു മേക്ക് അല്ലെ? നീ ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഈ ഡൂവും ഡിഡും നമുക്ക് അവിടെ ഉപയോഗിക്കാം അല്ലെ? നമുക്ക് ഇന്ന് നല്ല ആഘോഷമുള്ള പരിപാടിയാണൊക്കെ അല്ലെ? നമുക്കൊന്ന് കാർ എടുത്ത് പോയാലോ എങ്ങനെ ചോദിക്കും? Do we go by car? അങ്ങനെയാണോ മാം? നമുക്ക് കാർ എടുത്തൊന്ന് പോയാലോ അല്ലെ? കാർ പോയാലോ? Does we take the വേണ്ട, ടേക്ക് ഒന്നും വേണ്ട. നമ്മളവിടെ അങ്ങനെ ആ ടേക്കോ അതൊന്നും നമ്മൾക്ക് ഉപയോഗിക്കണ്ട അല്ലെ? കാറ് ഡ്രൈവ് ചെയ്ത് പോയാലോ എന്നുള്ളതാണ്. ഗോ ഫോർ എ ഡ്രൈവ് അല്ലേ? അതാണ് ഗോ ഫോർ എ ഡ്രൈവ് അല്ലേ? കാർ എടുത്ത് പോയാലോ? അല്ലെങ്കിൽ അങ്ങനെ ഗോ ഫോർ എ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ കേട്ടോ. കാർ എടുത്ത് പോയാലോ ബസ്സിന് പോയപ്പോ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്താണ്? ഗോ ഫോർ എ ഡ്രൈവ് അല്ലേ? നമുക്ക് കാറിന് പോയാലോ എന്നൊക്കെ ചോദിക്കുമല്ലേ? ഇപ്പൊ ഗോ ഫോർ എ ഡ്രൈവ് അല്ലേ? ഒരു ഡ്രൈവ് പോയാലോ, പുറത്തു പോയാലോ എന്നൊക്കെ ചോദിക്കുന്നതിന് നമുക്ക് ഗോ ഫോർ എ ഡ്രൈവ് എന്ന് ഉപയോഗിക്കാം. ഓക്കെ ആണോ? ഇനി ആർക്ക് സംശയം ഉണ്ടോ? ഇപ്പൊ പറഞ്ഞോന്ന് പറഞ്ഞത് നമുക്ക് കാർ എടുത്ത് പോയാലോ എന്നല്ലേ സെന്റൻസ്? അപ്പൊ അതൊന്ന് പറഞ്ഞേ. കാറിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല മനീഷ. ഒരു ഡ്രൈവ് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മള് എന്താണ് എന്തിലാ പോകുന്നതെന്ന് മനസ്സിലാവും. നമുക്ക് പ്രത്യേകം സ്പെസിഫിക്കേഷൻ അവിടെ കൊടുക്കണ്ട. ഗോ ഫോർ എ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും ഒരാള് നടന്നു പോവില്ലല്ലോ ഡ്രൈവ് എന്ന് പറയുമ്പോ. മനീഷ മനസ്സിലാവുണ്ടോ മനീഷ? ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്ന് പറയുന്നില്ലേ സെന്റൻസില്? നമുക്ക് കാർ എടുത്ത് പോയ അപ്പൊ കാർ എടുത്ത് പോയാലോ എന്ന് ചോദിച്ചാല് നമ്മൾ ഗോ ഫോർ എ റൈഡ്. അപ്പൊ നമുക്ക് പോകാന്ന് വെച്ചാൽ എന്തെന്ന് ചേർക്കാം? വി ഗോ ഫോർ എ ഡ്രൈവ്. ഓക്കെ, അങ്ങനെ ചേർത്താൽ മതി. നമുക്ക് പോകാം, കാറിന് പോകാം. ഇപ്പൊ കാറിന് പ്രത്യേക സ്പെസിഫിക്കേഷൻ ഒന്നും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഡ്രൈവ് ഇവിടെ ഉള്ളത് കൊണ്ട് ഗോ ഫോർ എ ഡ്രൈവ് എന്ന് കൊടുത്തു കഴിഞ്ഞാല് എന്നു മനസ്സിലായി അത് കാറിനാണെന്നും നമുക്ക് ഓൾറെഡി സ്പെസിഫൈ. ഇപ്പൊ ബൈക്കാണോ കാറാണോ എന്നുള്ളതൊന്ന് സ്പെസിഫൈ ചെയ്യണ്ടേ? ഇതൊന്ന് എന്താണ് ഒരു എന്താണ് എങ്ങനെ വന്നാലും നമ്മൾ ഒരു വെഹിക്കിളിലാണ് പോകുന്നത് എന്നത് അവിടെ സ്പെസിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഗോ ഫോർ എ ഡ്രൈവ് അല്ലെ? ഞങ്ങള് ഡ്രൈവില് പോയി അല്ലെ? ഞങ്ങള് എന്താണ് ഞങ്ങള് പുറത്തു പോയി അല്ലെ? ഞങ്ങള് എന്താണ് ഗോ ഫോർ എ ഡ്രൈവ് അല്ലെ? അപ്പൊ നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു വെഹിക്കിളിലാണ് പോയതെന്ന് നമ്മൾ ഊഹിച്ചെടുക്കാം. മനസ്സിലായോ? ഓക്കെ ആയോ? ഗോ ഫോർ എ ഡ്രൈവ് കേട്ടോ. നമുക്ക് പുറത്തു പോവാം. നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോയാലോ? നമുക്ക് സാധനങ്ങള് മേടിക്കാൻ, അതൊരു ഫ്രേസിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സാധനങ്ങൾ മേടിക്കാൻ പോയാലോ? We go for a purchase. Go for a purchase. ഇവിടെ ഫ്രേസ് ആയിട്ട് നമ്മൾ അത് ഉപയോഗിക്കും. അതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എല്ലാ ഇംഗ്ലീഷും നമുക്ക് നേരിട്ട് നമുക്ക് മലയാളത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ സാധിച്ചില്ലെന്ന് വരും. അങ്ങനെയാണ് ഇംഗ്ലീഷിന്റെ ഒരു
രീതി എന്ന് പറയുന്നത്. എല്ലാ വേർഡിനും എല്ലാം നമ്മള് നേരത്തെ ഉപയോഗിച്ചു. നീ ചായ ഉണ്ടാക്കിയോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നേരെന്ത് ചെയ്തു? നീ ചായ ഉണ്ടാക്കിയോ എന്ന് പറഞ്ഞപ്പോൾ നമ്മള് അതിനെ എങ്ങനെ ആക്കി? ഡു വെച്ചു, യു വെച്ചു, അല്ലെ? മെയ്ക്ക് ഉണ്ടാക്കും എന്ന് വെച്ചു, മെയ്ക്ക് അല്ലെ? നേരെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലെ? പക്ഷേ ചില വാക്കുകളെ, എല്ലാ വാക്കുകളെയും നമുക്ക് എന്ത് ചെയ്യാനൊന്നും പറ്റില്ല, നേരെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ? നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോയാലോ എന്ന് പറയുമ്പോ ലെറ്റസ് ഗോ ഷോപ്പിംഗ്, അതൊരു ഫ്രേസ് ആണ് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫ്രേസ് ഒരിക്കലും മാറില്ല. ഇവിടെ നിന്ന് ഇതിനൊരു ചേഞ്ചസ് ഇല്ല. ലെറ്റസ് ഗോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് മേടിക്കാൻ പോയാലോ, അവിടെ ഡു ചേർക്കാനോ ഡസ് ചേർക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്, നമുക്ക് സാധനം മേടിക്കാൻ പോയാലോ എന്ന് പറയാനായിട്ട് ഈ വേർഡ് നിങ്ങള് ഉപയോഗിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. നീ ഇന്നലെ സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നോ എങ്ങനെ ചോദിക്കും. അത് നമുക്ക് പോയാലോ എന്നുള്ള ലെറ്റസ് ഗോ ഷോപ്പിംഗ് എന്നുള്ളത് പോലെ ആയിരിക്കില്ല. അത് നമുക്ക് സാധനം മേടിക്കാൻ പോയാലോ എന്ന് പറയാനായിട്ട് നമ്മൾ ലെറ്റസ് ഗോ ഷോപ്പിംഗ് എന്ന് മാത്രം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിലവിടെ ഒരു വ്യത്യാസമില്ല. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ സെന്റൻസ് എങ്ങനെയാ നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാം? ഐശ്വര്യ, നീ ഇന്നലെ സാധനം വാങ്ങാൻ പോയിരുന്നോ എന്നത്. അപ്പോ ഈ സെന്റൻസ് ഇത് ഇപ്പൊ നടക്കുന്നതാണോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സംഭവമാണോ ഐശ്വര്യ? കഴിഞ്ഞു പോയ സംഭവം. അപ്പൊ കഴിഞ്ഞു പോയെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ഡിഡ് യൂസ് ചെയ്യും. ഡിഡ് യൂസ് ചെയ്യണം. അപ്പൊ ഡിഡ് യു ഗോ, ഡിഡ് യു ഗോ യെസ്റ്റർഡേ? അല്ല, എവിടെ പോയിരുന്നോ എന്ന് ചോദിക്കേണ്ടത്. എന്തിനു പോയിരുന്നോ? Did you go to buy? Did you go to go? എന്ത്? Did you go to shopping yesterday? Did you go to shopping yesterday? കറക്റ്റ് ആണ്. yesterday. നിങ്ങൾ ഇന്നലെ ഷോപ്പിങ്ങിന് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നോ എന്ന് ചോദിച്ചു അല്ലെ? Did you go shopping yesterday? മനസ്സിലായോ? ഓക്കെ മാം. നീ ഇന്നലെ സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോ ഇത് ഇത്രയും മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? അടുത്തത് എടുക്കാനാണ്. അടുത്തത് അപ്പൊ ഒന്നുകൂടി ഒന്ന് ഡോണ്ടസ് ഒക്കെ. ഇനി ചില സമയത്ത് ഡു ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മള് ഒരാളെ എന്ത് ചെയ്യാനായിട്ട്, നീ അങ്ങനെ ചെയ്യണം അല്ലെ? കുട്ടികളോടൊക്കെ പറയൂലേ, നീ പോയി നിന്റെ ഹോംവർക്ക് ചെയ്യും. നമ്മൾ ഓർഡർ ചെയ്യൂലേ? നമ്മൾ ഓർഡർ ചെയ്യൂലേ കുട്ടികളോട്? കിടന്നുണ്ട് കുട്ടികളോട് പറയൂലേ, നീ ഹോംവർക്ക് ചെയ്യും, നീ പോയി പഠിക്ക് അല്ലേ? അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആരെ ചേർക്കാം നമുക്ക്? ഡു. എന്തേർക്കണം? ഈ ആജ്ഞ പോലെയൊക്കെ ചേർക്കാനായിട്ട് നമുക്ക് എന്ത് ചേർക്കാം? ഡു എന്നത് നമുക്ക് ചേർക്കാം അല്ലെ? ഡു എന്തേർക്കാം? ചെയ്യുക എന്നുള്ളതിൽ നിന്നാണ്.
എങ്ങനെ പറയും? ഡു. എല്ലാവരും പോയോ? റീന ബിജു എല്ലാം കൂടി തലയിലോട്ട് കയറ്റിയിട്ട് എന്തോ പോലെ തോന്നണുണ്ടോ? Do you go for your homework? നീ ഇന്ന് ഹോംവർക്ക് ചെയ്യല്ലേ? ഡു യു യുവർ ഹോംവർക്ക് അല്ലേ? ഡു യു ഗോ പറയണ്ട കേട്ടാ. നീ പോയിരുന്നത് ഹോംവർക്ക് ചെയ്യാ അല്ലേ? അതങ്ങനെ തന്നെ പറയണ്ട. ഡു യുവർ ഹോംവർക്ക്. നീ നിന്റെ ഹോംവർക്ക് ചെയ്യുക. നമ്മളെ മലയാളത്തിലാണ് നീ പോയിരുന്ന് എന്താണ് ഹോംവർക്ക് ചെയ്യാന്ന് അല്ലെ? ആ പോവുക എന്നും കൂടി നമ്മളിവിടെ ചേർക്കണ്ട. ഡു യുവർ ഹോംവർക്ക് കേട്ടോ. നീ നിന്റെ ഹോംവർക്ക് ചെയ്യുക. ഇനി നീ വെള്ളം കുടിക്കുക എന്നെങ്ങനെ പറയും? നീ വെള്ളം കുടിക്കുക. ഡു യു Drink water. ഡു യു വാട്ടർ. ഇനി നിങ്ങൾ ഓഫീസിലാണെന്ന് വിചാരിക്കുക ഇപ്പൊ അല്ലെ? നിങ്ങൾ ഓഫീസിലിരിക്കുകയാണ്. ആ ഫയൽ ഇങ്ങോട്ട് എടുക്കുക അല്ലെ? നിങ്ങളെ പിന്നോട് പറഞ്ഞ ആ ഫയൽ ഇങ്ങോട്ട് എടുക്കുക എന്നെങ്ങനെ പറഞ്ഞാല് എങ്ങനെ പറയും? എങ്ങനെ പറയും? ആ ഫയൽ എടുക്കുക എന്നെങ്ങനെ പറയും? Do you take the file? ഡു യു ടേക്ക് ദ ഫയൽ അല്ലെ? നിങ്ങൾ ആ ഫയൽ എടുക്കുക. നിങ്ങൾ അതിൽ എഴുതുക. ഡു യു റൈറ്റ്? ഡു യു റൈറ്റ് ദാറ്റ് ഫയൽ അല്ലെ? നിങ്ങൾ ആ ഫയലില് എഴുതുക അല്ലെ? എഴുതൂ അല്ലെ? നിങ്ങൾ പറയുന്ന ആജ്ഞാപിക്കാണ്. ഡു യു റൈറ്റ് ദാറ്റ് ഫയൽ അല്ലെ? എഴുതൂ അല്ലെ? നിങ്ങൾക്ക് ആജ്ഞാപിക്കണമെങ്കിൽ എന്ത് ചേർക്കാം? ഡു ചേർക്കാം കേട്ടോ. നീ നിന്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കും? ചെയ്തു കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കും? Did you do the homework? അങ്ങനെ ചോദിക്കാം. ഡിഡ് യു? അതാണ് ശരി. ഡു യുവർ ഹോംവർക്ക് അല്ലെ? നീ നിന്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ? ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടാണ് ഡിഡ് ചേർത്തതെങ്കിൽ ഡു എന്ന് പറയുന്നത് എന്താണ്? വെർബാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് യു ഡു യുവർ ഹോംവർക്ക്. നീ നിന്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിച്ചു അല്ലേ? നീ ഇനി നിന്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കും? നീ നിന്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞോ ഷെറീൻ? നീ നിന്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞോ എന്ന് എങ്ങനെ ചോദിക്കും ഷെറീൻ? Did you do your work? ഡിഡ് യു ഡു യുവർ വർക്ക് അല്ലേ? നീ നിന്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞോ നമ്മള് ചോദിക്കും അല്ലെ? അങ്ങനെ ചോദിക്കാം. നമുക്ക് ആജ്ഞയോടുകൂടി ഓർഡറാണ് നമ്മുടെ അല്ലെ? നീ നിന്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞോ? ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അത് കൂടി ചെയ്യൂ അല്ലെ? അങ്ങനെയൊക്കെ പറയാം നമുക്ക് അല്ലെ? ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഇനി ബിയുടെ പല ഫോംസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നേരത്തെ ഇപ്പൊ ഈ ഡു വെച്ചിട്ടുള്ള ഇത് പറഞ്ഞല്ലോ. അപ്പൊ ഈ മുടി കെട്ടി വെക്കുന്നുള്ളതിന് പറയുമ്പോഴേ ഡു യുവർ ഹെയർ എന്ന് പറയുമോ? കെട്ടുക എന്നാണ് നോട്ടല്ലേ? മുടി കെട്ടുക എന്ന് പറയുമ്പോഴ് ഉപയോഗിക്കത്തില്ലേ? ഉപയോഗിക്കില്ലേ? ഇല്ല. എന്നാ നേരത്തെ വന്ന് ഡു യുവർ ഹെയർ എന്ന് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടോന്ന് ചോദിക്കുന്നത്. ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് അതിന്റെ അർത്ഥം? ഇതാവില്ലല്ലോ. അങ്ങനെ പ്രയോഗം ഉണ്ടോ ഐശ്വര്യ? അങ്ങനെ എവിടെയോ കേട്ട പോലെ തോന്നിയത്. ഞാൻ മാമിനോട് ചോദിച്ചേ. ടൈ അപ്പ് യുവർ ഹെയർ എന്നല്ലേ പറയാ? ടൈ അപ്പ് യുവർ ഹെയർ. ഈ ടൈ അപ്പ് എന്ന് പറയുന്നതും അതൊക്കെ എന്താണ്? അതൊരു വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ടൈയപ്പ് ആ ടൈയപ്പ് വരുന്നത് വേറൊരു മീനിങ്ങിലേക്കായിരിക്കണം എന്നതാണ് എന്റെ ഒരു
ഇത് അത് മുടി ടൈ യുവർ ഹെയർ എന്നല്ലേ മാം മുടി കെട്ടുക? കോംബ് യുവർ എന്താണ്, ചീകി കെട്ടുക എന്നുള്ളതിന് കോംബ് യുവർ ഹെയർ എന്ന് പറയാറുണ്ട്. ചീകി കെട്ടുക എന്നുള്ളതിന്. പിന്നെ അത് ഞാൻ വേണമെങ്കിൽ അന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഡു യുവർ ഹെയർ എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് വരാറുണ്ട്. മേക്ക് യുവർ ബെഡ് എന്നുള്ള പോലെ തന്നെ ഡു യുവർ ഹെയർ എന്ന് പറയണത് വരാറുണ്ട്. ഡു യുവർ ഹെയർ എന്ന് വരാറുണ്ടോ? ജസ്റ്റ് നമ്മൾ ഇൻഫോർമൽ ആയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ അത് ലോജിക്കലാണ്. നോക്കാം, ഞാനൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. ഒന്ന് റെഫർ ചെയ്ത് നോട്ട് തരണേ. തരാം, അത് തീർച്ചയായിട്ടും ഞാൻ തരാം. അത് വേണം ഇൻഫോർമൽ ആയിട്ടല്ലേ, ഫോർമൽ ആയിട്ട് പറയില്ലല്ലോ, ഇൻഫോർമൽ ആയിട്ടല്ലേ പറയുള്ളൂ. ട്രൈ ചെയ്യുന്നതും നമ്മൾ ആപ്ലിക്കബിൾ ആണ്. ബട്ട് നോട്ട് എന്ന് പറയുന്നത് കെട്ടലാണ്. അത് റോപ്സ് ടൈ ചെയ്യുന്നതിനാണ് നോട്ട് യൂസ് ചെയ്യുന്നത്. അത് കെ നോട്ടി. ഈ ടൈപ്പ് എന്ന് പറയുന്നത് ശരിയാണോ? ടൈ യുവർ ഹെയർ എന്ന് പറയുമ്പോ മുടി കെട്ടുക എന്നല്ലേ മാം? വേണമെങ്കിൽ അതൊന്ന് ഞാൻ നോക്കിയിട്ട് പറയാം, അല്ലാതെ റെഫർ ചെയ്തിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും റെഫറൻസ് ഞാനൊന്ന് നോക്കിയിട്ട് പറയാതെ. എനിക്ക് അതിനെ കുറിച്ച് ഒരു പറയാം. ഞാൻ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ, അടുത്ത ക്ലാസ്സിൽ എന്തായാലും പറയാം. ഇപ്പോഴല്ല, പിന്നെ പറയാം കേട്ടോ. അങ്ങനെ ഒരു ഇൻഫോർമൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോ ബിയുടെ ഫോംസിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറഞ്ഞതാണ് എന്താണ് പേരെന്താണ്? ഇൻഫോർമലിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞത്. ഇൻഫോർമൽ ആയിട്ട് പറയാന്ന് പറഞ്ഞത് ആരായിരുന്നു? സൂര്യാജിത്താണോ പറഞ്ഞത്? ആരാ എനിക്കത് പറഞ്ഞ ഇൻഫോർമൽ ആണെന്ന് പറഞ്ഞത്? ആരാ? സൂര്യാജിത്ത് അല്ലേ? ഓക്കെ, നല്ലൊരു അറിവാണ് എനിക്ക് അല്ലെ. അപ്പോ ഞാനും നോക്കാം കേട്ടോ. ഓക്കെ, ബിയുടെ മീനിങ് എന്താ? വാട്ട്സ് ദ മീനിങ് ഓഫ് ബി? ആയിരിക്കുക. ആകുക, ആയിരിക്കുക അല്ലേ? ഇതൊക്കെയാണ് ബിയുടെ ഫോംസ് എന്ന് പറയുന്നത്. അതൊരു പ്രൈമറി ഓക്സിലറി വെർബ് ആണെന്നുള്ളത് നന്നായിട്ട് നിങ്ങൾ അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പ്രൈമറി ഓക്സിലറി വെർബുകൾ പ്രൈമറി ഓക്സിലറി വെർബിൽ പെടുന്നതാണ് ഈ ബി എന്ന് പറയുന്നത്. അതിന്റെ ഫോംസ് ആണ് ഈസ്, ആറ്, ആം, ഇതൊക്കെ അല്ലെ. ഈസ്, ആർ, ആം ഒക്കെ എന്തിന്റെ ഫോംസ് ആണ്? ബിയുടെ പല ഫോമുകളാണ് കേട്ടോ. പിന്നെ അതിന്റെ പാസൻസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഈസ് വാസാകുന്നു, ആറ് വേറാകുന്നു, ആം വാസാകുന്നു, ഇതൊക്കെ അതിന്റെ ഫോംസിലേക്ക് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ ഞാൻ സന്തോഷവതിയാണ്, ഇങ്ങനെ പറയും. ഞാൻ ഹാപ്പി, ഐ ആം ഹാപ്പി അല്ലെ? ഐ ആം ഹാപ്പി. ഞാൻ സന്തോഷവതി ആയിരുന്നു എങ്ങനെ പറയും? ഞാൻ സന്തോഷവതിയായിരുന്നു. I was happy. I was happy. I was happy അല്ലെ? ഞാൻ സന്തോഷവതിയായിരുന്നു. ഇനി അവൾ വളരെ ക്ഷീണിതയാണ്. She is very tired. She is tired അല്ലെ? She is tired അല്ലെ? She is tired. അവൾ ക്ഷീണിതയായിരുന്നു എന്ന് എങ്ങനെ പറയും?
She was She tired. was ഷീ വാസ് ടയേർഡ് അല്ലെ. ഇനി അവർ ശീലിതരാണ് എന്നെങ്ങനെ പറയും? അവർ They are tired. ടയേർഡ്. ഇനി അവരായിരുന്നു എന്നെങ്ങനെ പറയും? എങ്ങനെ പറയും? ശീലിതരായിരുന്നു എന്നെങ്ങനെ പറയും? They was They were tired. അപ്പൊ അവിടെ പറയട്ടെ എന്താവുന്നു? They were tired കേട്ടോ. They were tired. എന്താവുന്നു? Were ആവുന്നു കേട്ടോ. അപ്പൊ they were tired. ഓക്കെ. ഇനി സാറ and her sisters dash my students is or are. ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? സാറ ആൻഡ് ഹർ സിസ്റ്റേഴ്സ് ഡാഷ് are. അല്ലെ. സാറ ഹർ സിസ്റ്റേഴ്സ് ആർ മൈ സ്റ്റുഡൻസ്. My students. ഇനി നീയും അവളും ഞാനും സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളാണ്. നീയും ഒരു സുകന്യ ഒന്ന് പറഞ്ഞു നോക്കിയേ. നീയും അവളും ഞാനും സുഹൃത്തുക്കളാണ് എങ്ങനെ പറയും? നീ അല്ലേ. സുകന്യ സൂര്യാജിത്ത് സൂര്യാജിത്ത് സൂര്യ സൂര്യ പോയോ? സൂര്യ സ്വാതി എന്താ ആരും മിണ്ടാത്തെ? പറയും മോനെ. നീക്കെന്താ പറയണേ? You. She and me are friends. You, she and ഞാൻ. Me. ഞാൻ Me. നീ ആണോ? I. Are friends. She and I എന്ത് വരും? Are friends. She and are friends. Okay. കുട്ടയിലിരുന്ന പഴങ്ങൾ ഫ്രഷ് ആണ്. കുട്ടയിലിരുന്ന പഴങ്ങൾ ഫ്രഷ് ആണ് എങ്ങനെ പറയും? പറയേ. ആരെങ്കിലും ഒരാൾ പറയൂ. ഉമാദേവി പറയൂ. കുട്ടയിലിരുന്ന പഴങ്ങൾ ഫ്രഷ് ആണ്. Fruits. In the basket. The fruits in the basket are fresh. Are fresh. Okay. Correct ആണ് ട്ടോ. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടി സന്തോഷവതിയാണ്.
ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടി സന്തോഷവതിയാണ്. ശ്രീലക്ഷ്മി. അപ്പോ എന്ത് പറയണം? കുട്ടി അല്ലേ? ഇവിടെ എന്ത് പറയണം? ഇവിടെ ആരാണ് സബ്ജക്റ്റ്? ശ്രീലക്ഷ്മി എം. ഇവിടെ ആരാണ് കുട്ടി? ഇവിടെ എന്താ സബ്ജക്റ്റ്? എന്താണ്? കുട്ടിയല്ല. സബ്ജക്റ്റ് എന്താ? ഇതാരും ഇണ്ടാത്തേക്ക് പോയോ? ശ്രുതി. സബ്ജക്റ്റ് കുട്ടി. എന്താണ്? കുട്ടി. അപ്പൊ എന്ത് എഴുതണം? ദ സ്റ്റുഡന്റ് അല്ലേ? ദ സ്റ്റുഡന്റ് എന്താണ്? ആർക്കാ കിട്ടിയത്? നമ്മുടെ അല്ലേ? The student who got highest mark. The student who got highest mark. Who got the highest mark. Marks. ഡാഷ് അല്ലേ? ഏതാണ്? അവൻ സന്തോഷവനായിരുന്നു എന്ന് പറയണ്ടേ? സന്തോഷവതിയാണ് എന്നെങ്ങനെ പറയും? എന്ത് ഹാപ്പിയാണ്? ആർ ഹാപ്പിയാണോ? ഈസ് ഹാപ്പിയാണോ? Happy. Is happy. Is happy. അത് കാരണം എന്താണ്? ഒരു കുട്ടിയേ ഉള്ളൂ അല്ലേ? അതുകൊണ്ടാണ് നമ്മള് ഈസ് ഹാപ്പി. ഇനി സന്തോഷവതി ആയിരുന്നു എന്ന് എങ്ങനെയാണ് പറയുള്ളൂ? സന്തോഷവതി ആയിരുന്നു എന്ന് പറയുമ്പോഴേ the student who got the highest marks എന്താണ്? was happy. എന്ത് പറയും? was happy അല്ലേ? ഓക്കെ. ഇപ്പൊ ഒരുവിധം മനസ്സിലായിട്ടില്ലേ? ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ അല്ലേ എല്ലാവരും? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാം. പറയൂ. ഉണ്ടാ? ഇല്ല. എല്ലാവരും നല്ല കുട്ടികളാണ്. എല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലേ? ഓക്കെയാണ്. ഓക്കെ ആണെങ്കിൽ തമ്പിട് മക്കളെ. ഇല്ലെങ്കിൽ ചോദിക്കാം എന്നോട്. ഓക്കെ. നോട്ട് തന്നേക്കാട്ടോ. എന്നോട് ചോദിച്ചത് എന്തിനെ കുറിച്ചാ ചോദിച്ചത്? നേരത്തെ ചോദിച്ചത് എന്തിനെ കുറിച്ചായിരുന്നു? നമ്മള് മുടി കെട്ടുക അല്ലേ? അതിന്റെ ആ പ്രയോഗത്തെ കുറിച്ചല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇനി ക്ലാസ് ഇല്ലല്ലോ നിങ്ങൾക്ക് ആരുടെയും? കഴിഞ്ഞില്ലേ ക്ലാസ്? ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും പോയി നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കട്ടോ കേട്ടോ.